വിഷു ദിവസമാണെങ്കിലും കാസർഗോഡ് പ്രധാന സ്ഥാനാർത്ഥികൾക്ക് വിശ്രമമുണ്ടായിരുന്നില്ല. മധൂർ ക്ഷേത്ര ദർശനത്തോടെയാണ് UDF NDA സ്ഥാനാർത്ഥികളുടെ വിഷുദിനം ആരംഭിച്ചത്. നാട്ടിലെ വീടുകളിൽ സന്ദർശനം നടത്തിയാണ് LDF സ്ഥാനാർത്ഥി സതീഷ് ചന്ദ്രൻ തന്റെ വിഷുദിനം തുടങ്ങിയത്. പുലർച്ചെ തന്നെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും NDA സ്ഥാനാർത്ഥി രവീഷ് തന്ത്രിയും മധൂർ ഗണപതി ക്ഷേത്രത്തിലെത്തി. വിഷുദിനത്തിലും രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രചാരണ പരിപാടികൾക്കൊന്നും മാറ്റമില്ല. അല്പസമയം കുടുംബത്തോടൊപ്പം ചെലവഴിച്ച ശേഷം ഇന്നത്തെ പ്രചാരണ പരിപാടികൾ ആരംഭിക്കും. കാസർഗോഡ് മണ്ഡലത്തിലാണ് ഇന്നത്തെ പ്രചാരണം. തെരഞ്ഞെടുപ്പിൽ പോളിംഗ് തീരുന്നവരെ എൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്തയില്ല. പരമാവധി ജനങ്ങളെ കാണുക, ജനങ്ങളുമായി ബന്ധപ്പെടുക, ജനങ്ങളുമായി ആശയവിനിമയം നടത്തുക. പ്രവർത്തകർക്ക് വിഷു ആഘോഷിക്കാനുള്ള അവസരം നൽകി ഇന്നത്തെ പ്രചാരണം ഒഴിവാക്കിയിരിക്കുകയാണ് NDA സ്ഥാനാർത്ഥി രവീഷ് തന്ത്രി. വിഷുദിനായതിനെ കൊണ്ട് ഞങ്ങളെ പര്യടന ജാഥ പ്രോഗ്രാം ഒന്നും വെച്ചിട്ടില്ല. എല്ലാ മണ്ഡലങ്ങളിലും മൂന്നാം ഘട്ട പ്രചാരണം പൂർത്തിയാക്കിയ LDF സ്ഥാനാർത്ഥി സതീഷ് ചന്ദ്രൻ വിഷുദിനം നാട്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും വീടുകളും വ്യക്തികളെയും സന്ദർശിക്കാൻ മാറ്റിവച്ചിരിക്കുകയാണ്. എല്ലാവർക്കും വിശ്വാസത്തിൻ്റെ മീഡിയ 1 കാസർഗോഡ്.